നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി എസ്റ്റേറ്റ് പോകുന്നു, അവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നു എന്നൊക്കെ. പക്ഷെ ആ ഒരു പ്ലാൻ നടന്നില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ. അതുകൊണ്ട് നമ്മളിന്ന് പുതിയൊരു പ്ലാനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഞാനും ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിയോടെ നേരത്തെ കാറി കയറിയിരിക്കുന്നു. ഫ്രണ്ട് സീറ്റ് ഹായ് പറയൂ ചേച്ചി. ചേച്ചിയും ചേച്ചിയുടെ അനിയനുണ്ട് ഇവിടെ, വാവണ്ണൻ. അപ്പോൾ വാവണ്ണനും പിന്നെ നമ്മളെ മാമുണ്ട്. മാമൻ ജംഗ്ഷനിൽ നിന്ന് കയറും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്ന് പൊന്മുടിയിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ. പൊന്മുടി പോകുന്ന വഴിയിൽ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. മീൻമുട്ടി, കല്ലാർ മീൻമുട്ടി അത് തന്നെ. അത് അവിടെയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് അവിടുത്തെ വൈബ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് പേര് പറയുന്നുണ്ട് കാലാവസ്ഥയൊക്കെ പോയി കിടക്കുകയാണ്, ഇപ്പൊ വെയിൽ വന്നെന്നാണ് പറയണല്ലേ. മൊട്ട വെയിലെന്നാണ് അറിഞ്ഞത്. അത് മഞ്ഞ് ഒക്കെ പോയി വെയിലിനെ പ്രതിരോധിക്കാനായിരിക്കുമല്ലേ ഈ സൺഗ്ലാസ്. അതെ അതെ, അതിനു വേണ്ടി മാത്രമാണ് ഇത് വെച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പോണത് കല്ലാർ മീൻമുട്ടി. വരൂ ഗൈസ്. അടുത്ത യാത്രയ്ക്ക് കുറച്ചുകൂടെ വലിയ കാർ എടുക്കണം. ഇത് നോക്കിയാണ് ഇത് ഇരുന്ന് എങ്ങനെ പോകുന്നുള്ളത് എനിക്ക് നെഞ്ചു വിരിച്ചിരിക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ മാമനാ പുലിവാൽ കല്യാണത്തിലെ ജഗതിയുടെ അവസ്ഥ അത് തന്നെ പറ്റില്ല. കസേരയുടെ ഇങ്ങനെ വന്നിരിക്കുമ്പോലെ 3/4 ആണോ വരുന്നത്. മാമന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നേ. പക്ഷെ ആ ജഗതിയുടെ ഉടുപ്പിന്റെ പടം ഉണ്ട് ഗൈസ്. പക്ഷെ ഇത് ഫ്രണ്ടിലല്ല ബാക്കിലാണെന്നേ ഉള്ളൂ. കാലം മാറി ഫ്രീക്ക് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലെ പടം ഞാൻ വിളിക്കുന്നത്. ഇത്ര നാള് ഈ പടങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞത് ഇപ്പം ഇത് ബാക്കിലായി തുടങ്ങി. മാവേളി എന്തോ ആളിയാ മിണ്ടായിരിക്കണം. വൈബോണാവണം വിശക്കണമെന്നാ ഇപ്പൊ അകത്ത് ആക്കിയിട്ടല്ലോ ആൾ ഇറങ്ങിയത്. എന്തിനാണ് ഇറച്ചി ലൈറ്റ് ആയിട്ട് ബദാമോ? കുറച്ചെന്ന് പറയുമ്പോ 1 കിലോ തീർത്താണോ അല്ല. പൊന്മുടിയിൽ ഇടാൻ സ്പോട്ടോ അവിടെ. മറ്റേ സ്റ്റെപ്പൊക്കെ ഉള്ള അവിടെ കയറണം കേട്ടോ. സ്റ്റെപ്പ് പിന്നെ എന്തോ ഒരു മരമൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇടാൻ സ്പോട്ടായിട്ട്. അത് റിസോർട്ടിന്റെ ആയിരിക്കും. കാറ്റ് വീടോ അങ്ങോട്ട്? പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും നോക്കണം. കൊളയട്ടെ ചാൻസ് ഉണ്ടല്ലോ ഇടാ മാമ കൊളയട്ടേക്ക്. അത് നമ്മള് മൂന്നാർ പോയപ്പം അവിടെ ശരിക്കും കൊളയട്ടായിരുന്നു. അത് ചെരുപ്പ് നോക്കിയല്ല കാരണം, അത് എവിടെ വേണോ കാർ പോകുന്നത്. ഏത് കൊളയട്ടാ ചാൻസ് ഉണ്ട്. ആ കയറിയാലും അറിയൂലല്ലോ, പിന്നെ എന്തിനു കുഴപ്പം. വീട്ടിൽ വന്നിട്ട് റെക്കോർഡിങ് സ്റ്റെപ്പിൽ ഇറങ്ങിയല്ല എന്തൊരു കൊളയട്ടേരെ. ഇത് അശുദ്ധ രക്തമാണ് കുടിക്കണേന്നാണല്ലോ പറയണത്. എനിക്കൊരുത്തനെയും പേടിയില്ല. അശുദ്ധ രക്തത്തോടെ കുടിക്കണമെങ്കിൽ ഇന്ന് തിരിച്ചു വരുമ്പോ മാമന്റെ എല്ലോ അത്ര കാണുള്ളൂ. ഫുൾ വിഷമല്ലേ. കൊളയട്ടകളൊക്കെ ചത്തു പൊങ്ങും അവിടത്തെ. നമുക്ക് ആടാട് പാട്ടുകളിൽ ഡാൻസ് കളിച്ചാലോ? നമ്മൾ മൂന്നാറിൽ പോയിട്ട് എടുക്കാം. അല്ലെ മൂന്നാറിലല്ല നമ്മൾ പോണത്, പൊന്മുടിയിൽ. ആ പൊന്മുടിയിൽ പോയിട്ട് നമുക്ക് എടുക്കാം. നമ്മളങ്ങനെ കല്ലാറില് മീൻമുട്ടി എന്നുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊന്മുടിക്ക് മുമ്പാണ് ഈ സംഭവം. അപ്പൊ ആദ്യം നമ്മൾ മീൻമുട്ടി കയറിയിട്ട് പൊന്മുടി പോകാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഗൈസ് നിങ്ങളിപ്പോ കാണുന്നത്. കല്ലുള്ളതുകൊണ്ടാണെന്നുണ്ട് കല്ലാറെന്ന് പറയുന്നത്. അപ്പൊ മീനോട് ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും മീൻമുട്ടി എന്ന് വരുന്നതും. പൊന്നുള്ളതുകൊണ്ടായിരിക്കും പൊന്മുടി ആയത്. അത് ശരിയാണല്ലോ. അപ്പൊ ഇവിടെ ശരിക്കും മീനുണ്ട് ആക്ച്വലി. മീനുണ്ട്, ഇതിനൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ വന്നിട്ടില്ല ഗൈസ്, ഫസ്റ്റ് ആണ് പറഞ്ഞത്. മീൻസ് നിങ്ങൾ മീൻമുട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യുക, വന്നിട്ടില്ലെങ്കിൽ നോ എന്നും. അങ്ങനെ കല്ലാർ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് 40 രൂപയാണ് ഫീസ്. സംഭവം ഇവിടെ കുളിക്കാനൊക്കെ പറ്റും ഇറങ്ങി. ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്നിട്ട് കുളിക്കാൻ ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു, വാട്ടർഫാൾ ആയതുകൊണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ നാറി പറഞ്ഞ് ഇറങ്ങാൻ പറ്റൂല എന്ന്. എനിക്ക് അടിപൊളി. എനിക്ക് പൊന്മുടിയേക്കാളും ചില്ലിയുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്ന് തോന്നാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തിരക്കുണ്ട്, നല്ല രസമുണ്ട്, നല്ല അടിപൊളി കിടിലം വൈബ് ഗൈസ്. അതായത് നല്ല ഇപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് കയറി കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കണത്. അങ്ങോട്ടാണ് മോണേന്ന് അറിഞ്ഞൂടാ. ഇങ്ങോട്ടാണ് ഇനി ഈ തേര് കയറിപ്പോ മീൻമുട്ടി എത്തും അല്ലേ. അപ്പൊ ഇത് മീൻമുട്ടി വാട്ടർഫാൾസ് ഗൈസ്. എന്തായാലും നിങ്ങൾ പൊന്മുടിയിൽ വരെയാണെങ്കിൽ ഇവിടെയും കൂടെ കയറിയിട്ട് പോവാം. കാരണം ജസ്റ്റ് ഒന്ന് പോണതിന് പകരം ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറുക. ഗൈസ് 1 കിലോമീറ്റർ നടക്കാറുണ്ട് ഗൈസ് ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഗ്യാപ്പിൽ എങ്ങനെയാണ് ആനപ്പിണ്ട വന്നത്? അല്ല, ഇത് എവിടെ കൂടെ വന്നിരിക്കും? ഇത് എവിടെ നിന്ന് വന്നിറങ്ങണമായിരിക്കും ഈ ചെറിയ വഴിയില്? എടാ ഈ ചെറിയ വഴിയിൽ ഇത് എങ്ങനെ വന്നിറങ്ങണമെന്നാണ് ഞാൻ നോക്കണം. അതെ, ഇനി ആനയുടെ കുട്ടിയായിരിക്കോ? നടന്നൊരു കാടിനുള്ളിലൂടെയാണ് നടക്കുന്നത്. അടിപൊളി. എൻ്റെ അമ്മ വൈബ് തന്നെ ഗൈസ്. പാറകളാണ് ഗൈസ് ഇത്തിരി ടാസ്ക്.
കാരണം നല്ലതായിട്ട് നടുക്കൂടെ ഒരു ഫീൽ ഉണ്ട്. നല്ലതായിട്ട് വഴുതുന്നുണ്ടല്ലേ, പാറ തെന്നുന്നുണ്ട് ഗൈസ്, എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. സ്വന്തം റിസ്ക് നടക്കാനാണ് ബോർഡ് ചെയ്യുന്നത്. അതെ, ഏകദേശം അരമണിക്കൂറായിട്ട് നമ്മൾ നടക്കണ്. വീണ്ടും ഇനിയും 700 മീറ്റർ ഉണ്ടെന്ന് ഗൈസ്. നമ്മുടെ വാട്ടർഫാളിന്റെ താഴത്തെ ഇതിന്റെ ആണെന്ന് തോന്നുന്നു. നടന്നിട്ട് എത്താത്തത് പിടിച്ച വഴിയാണ്. വളരെ അല്ലേ, അത് ആലോചിക്കണം. നേരായിട്ട് നടക്കില്ല, ഇതുവരെ എത്തുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കണം. എടുത്ത കൈയുണ്ട്, നടന്ന് മടുത്തില്ല, കാരണം തണുപ്പുണ്ട്. വാവ്, നൈസ്. അതെ അതെ, ഇവിടെ ആന ഉണ്ട്. നമ്മളിവിടുത്തെ ഒരു അച്ചർ ചേട്ടനോട് ചോദിച്ചു ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആന വരുമെന്ന്. 7 ആന 1 കിലോമീറ്റർ ചുറ്റളവിൽ നിപ്പുണ്ടെന്ന് ഇവര് പറയുന്നുണ്ട്. അതായത് ഇന്നലെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ഫ്രഷ് കൊണ്ടായിട്ടാണ് തോന്നണം അല്ലേ. ഇന്ന് രാത്രി ആന താഴെ ഇറങ്ങുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആന ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ നാളെ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും, ആരെ അകത്തോട്ട് കടത്തി. അതുപോലെ ഇവരിപ്പോ ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് തീ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഈ തണുപ്പത്തുനിന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ആ ചേട്ടൻ പറയുന്നത് വെച്ചാൽ തീ കൂട്ടിയിടുമ്പോൾ ഈ പുക വരും, അതാകുമ്പോൾ ആളുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യണേന്നാണ്. ഫൈനലി നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി കറക്റ്റ് ഇവിടെ നിന്ന് 100 മീറ്റേഴ്സാണ് ഗൈസ് വാട്ടർഫാളിലേക്കുള്ളത്. ഇപ്പം നമുക്ക് വാട്ടർഫാൾ നേരിട്ട് കാണാൻ പറ്റും, നമ്മുടെ ഫ്രണ്ടിലുണ്ട്. മഴയൊക്കെ കാരണമാണെന്ന് തോന്നുന്നു ഇങ്ങനെ കയറി കിടക്കുന്നു. വാട്ടർഫാളിലേക്കോട്ടുള്ള മെയിൻ എൻട്രൻസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ കാണുന്ന ഈ ഒരു വഴിയെ കൂടെ നടന്നിട്ട് വേണം മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഷൂസൊക്കെ നമ്മളിവിടെ ഊരി വെച്ച്. എൻ്റെ അമ്മ മാട് തണുപ്പ്. ഫൈനലി ഏകദേശം ഒരു മണിക്കൂർ നടന്ന് കറക്റ്റ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങാനൊന്നും പറ്റൂല, പിന്നെ പ്ലാസ്റ്റിക് അങ്ങനെ സംഭവങ്ങളൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ചെറിയ വഴി കൂടെ വേണം വീണ്ടും നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന് ഭയങ്കര സൗണ്ടാണ് ഗൈസ്. ഇത്രയും ദൂരം നടന്നു വന്നാൽ ഇത്ര കിടിലം വിഷ്വൽസ് കാണാൻ പറ്റിയില്ലേ. ഗൈസ്, നമ്മളങ്ങനെ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ മീൻമുടിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ടത്. കാരണം 4 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഇവിടെ പൊന്മുടിയിൽ എത്താൻ വേണ്ടിയിട്ട്. പൊന്മുടിയിൽ എത്തിയപ്പോൾ ഇവിടെ നൈസ് ക്ലൈമറ്റ് ആണ്, ഒരുപാട് തിരക്കും വലിയ കോടയൊന്നും ഇല്ലല്ലേ. പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഗൈസ്, ചൂടൊന്നുമില്ല, നല്ല കാറ്റുണ്ട്. നമ്മൾ വന്നപ്പോൾ മഴയില്ല വെയിലും ഇല്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുണ്ട്. അത്യാവശ്യം കാമായിട്ടുള്ള ക്ലൈമറ്റ് ഗൈസ്. അപ്പൊ നമുക്കിനി അടുത്ത് അങ്ങോട്ട് പോവാം. അടുത്ത് ഏറ്റവും മുകളിലോട്ട് പോവാം. ടവറിൽ പോവാം. ഓക്കെ, ആ ടവറിൽ പോകണം. എങ്ങനെ ഈ വഴിയല്ലേ, ഷോർട്ട് കട്ട് ഉണ്ടോ? ഓക്കെ വാ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ശരിയാണ്ടോ, അത് ഷോർട്ട് കട്ട് ആണെന്ന് എനിക്ക് തോന്നില്ല, അത് ലോങ് കട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇതുവഴിയാണെങ്കിലും പോവാം, എന്താ വഴി അടക്കാൻ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. ശരിയാണല്ലേ, കുത്തണ ഏരിയ അല്ലേ. മറ്റേതാണെങ്കിൽ നമുക്ക് ഏത് വഴി പോകണം? ആ റോഡ് വഴി കറങ്ങി തിരിച്ചു പോകണം. അപ്പൊ ഏത് വഴിയാണ് നമ്മൾ പോകാൻ പോണേ? ഇപ്പം നിങ്ങൾ ഇതുവഴി പോവാം, നമ്മൾ അതുവഴി വരാം. ഏതുവഴി പോവാം? വാവണ്ണ നമുക്ക് ഇതുവഴി പോവാം. ഏതുവഴി പോവാം? നിങ്ങൾ അതുവഴി പോവാം, നമ്മൾ രണ്ടും അതുവഴി. ഞാനും അതുവഴി സെറ്റാണ്. പിന്നെ ഇതുവഴി പോന്നു. എടാ വാടാ, നിങ്ങൾ എന്തിനു പേടിക്കണ? നടക്കാൻ ഒരു സുഖമില്ല. കണ്ണാടി ഷൂവിന് വരെ വെക്കണ കാലില്. മനസ്സിലാവുന്നുണ്ട് നിന്റെ ശ്രദ്ധ എങ്ങോട്ടാണെന്ന്. എടാ ഇതെങ്ങനെയാ, അവിടെ വഴിയുണ്ടോ? വഴിയുണ്ടോ? പിന്നെ വിശ്വസിച്ചാണ് പറഞ്ഞത് ഇവിടെ. അത് തന്നെ, ഇനി ഗേൾസിന്റെ സ്പോട്ട് എത്തുമ്പോൾ ഈ കണ്ണാടി ചേട്ടന് തരാം. എങ്ങനെ എവിടെ കിട്ടും ഇതുപോലത്തെ ഒരു വൈഫിനെ? പറഞ്ഞ കേട്ടാ, ഗേൾസ് എത്തുമ്പോഴത്തേക്ക് കണ്ണാടിയും കൊടുക്കണേ ചേട്ടന്. അരുവിയാ എവിടെ? ഇതാണോ അരുവി? അമ്മേ ഗൈസ്, വൈബില്ല, മഞ്ഞില്ല, മഴയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മൾ. പക്ഷേ നമ്മൾ കയറി പകുതി എത്തിയപ്പോഴത്തേക്കും ഇതാണ് ഗൈസ് ഇപ്പോൾ പൊന്മുടിയുടെ അവസ്ഥ. ആകപ്പാടെ കോടയും പിന്നെ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മഴയും വന്ന് ഗൈസ്. നമ്മളെല്ലാവരും അതാണ് കോട മഞ്ഞ് ഗൈസ്. അപ്പം തന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇതെവിടെ നിൽക്കുകയാണ്, അത് തരാം എല്ലാവർക്കും. ട്രിപ്പൊക്കെ ഇവിടെ നമ്മൾ പോകാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മള് മഴയൊക്കെ മാറി വൈബില്ലാന്ന് പറഞ്ഞേ ഉള്ളൂ, പെരും മഴ. മഴയൊക്കെ മാറിയത് വീണ്ടും വെയിൽ വന്നിട്ടുണ്ട്. നമ്മളെ വാവേര മണ്ടയിൽ സൂര്യ ഉച്ചിരിക്കുകയാണ്.
ഇനിയിപ്പോൾ കറക്റ്റ് വെയിലൊക്കെ അടിച്ച് നമ്മൾ മഴയൊക്കെ പെയ്തത് കാരണം മഴയത്ത് നമുക്ക് ക്യാമറ എന്തായാലും പുറത്തെടുക്കാക്കൂല. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്ത കാരണം കുറച്ച് നേരം ക്യാമറ മാറ്റി വെച്ചേക്കായിരുന്നു. മഴ പെയ്തപ്പോ ഒരു ചൊറിച്ചിൽ വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം ഉണങ്ങിയിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കൈയൊക്കെ ചുമന്ന് ഗൈസ്, എന്താണെന്ന് അറിഞ്ഞൂടാ, കൈരാഗമൊക്കെ തണുപ്പിന്റെ ഒക്കെ ആയിരിക്കാം അല്ലേ. എന്നെ കൊണ്ടുവരലെന്ന് കുറെ നാളോണ്ട് പറയണ പൊൻമുടി പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് വന്നത്. നമ്മൾ ആ ഇടയ്ക്ക് റീൽസ് കണ്ട ആ ഒരു വൈബൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് ക്ലൈമറ്റ് അടിപൊളിയായിട്ട് നല്ല മഴയായിരുന്നു, അടിപൊളി മഴ. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങണായിരിക്കും സേഫ്, കാരണം ആ ഒരു വൈബ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഗൈസ് അപ്പം ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് പോകാൻ പോണത്. ഫുഡ് എവിടെ നിന്ന് കഴിക്കണം? ഇറാനിൽ നോക്കാം നമുക്ക്. അടുത്തുള്ള ഇറാനി അവിടെ റെസ്റ്റോറൻ്റ് ആണ്, അവിടെ കയറി ഫുഡ് നമ്മുടെ പ്ലാൻ. ഗൈസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാളും കിടലം വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അല്ലേ. വാ ഓക്കെ കേട്ടോ. അപ്പോൾ ശരി, ബൈ.